ഹായ് ഹലോ ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേണ്ടാന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. ഇത് നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാം, അല്ലെങ്കിൽ നമുക്ക് സൈഡ് ഡിഷ് പോലെ ഇട്ട് എടുത്തിട്ട് കഴിക്കാം. ക്യാപ്സിക്കം ഒന്ന്, പിന്നെ ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ ബ്രോക്കോളി, ഇതൊക്കെയാണ് വലുതായിട്ട് അരിയുക. ബ്രോക്കോളി വേവാൻ പാകത്തിനുള്ള കുറച്ച് നേർപ്പിച്ച്, വലിയ പീസ് ആയിക്കോട്ടെ പക്ഷെ നേർപ്പിച്ച് അരിയണം. എന്നിട്ട് അത് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുശേഷം ഇതാ സോൾട്ടഡ് ബട്ടർ ഞാൻ മെൽറ്റ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പെപ്പറും പാകത്തിന് ഉപ്പും ഇടുക. നമ്മൾ സോൾട്ടഡ് ബട്ടർ എടുത്തുകൊണ്ട് ഉപ്പ് പാകത്തിന് നോക്കിയിട്ട് തന്നെ ഇടണം. എന്നിട്ട് ദാ അതിനകത്തോട്ട് ഈ വെന്ത വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ഒന്ന് സോട്ട് ചെയ്യുക. ഏകദേശം ഓൾറെഡി വെന്തതുകൊണ്ട് എല്ലാം ഒന്ന് കോട്ടിംഗ് ആയി കിട്ടാനേ ഉള്ളൂ. പിന്നെ കുറച്ച് ജീരകപ്പൊടിയും കുറച്ച് ചാട്ട് മസാല ഇതിലേക്ക് ഇടണം. പിന്നെ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇടുന്നത് കുറച്ച് സ്പിനാച്ചാണ്. സ്പിനാച്ച് വേവ് കുറവായതുകൊണ്ട് ലാസ്റ്റിലാണ് ഇടുന്നത്. സ്പിനാച്ചും കൂടി ഇട്ട് 1 മിനിറ്റ് അടച്ചു വെക്കാം. എന്നിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. ഇത് ആസ് സച്ച് ഒരു ഡിഷ് ലഞ്ചിനൊക്കെ അങ്ങനെ ഒരു ബൗൾ ഇതൊക്കെ ഇതായിട്ട് തന്നെ വേണമെങ്കിൽ കഴിക്കാം. അല്ലെങ്കിൽ സൈഡ് ഡിഷ് പോലെയും കഴിക്കാം. ഞാനിപ്പോൾ ഇന്നത്തെ എൻ്റെ കോമ്പിനേഷൻ റൈസും കുറച്ച് വൈറ്റ് ചാണകം കൊണ്ടുള്ള ഒരു ഡിഷും പിന്നെ കോളി സാലഡുമാണ്. ഇതിൻ്റെ ലാസ്റ്റ് നമ്മൾ വിളമ്പുന്നതിന് മുന്നേ ചൂടോടെ വേണ്ട, ചൂടൊന്ന് ആറുമ്പോഴേക്കും നമുക്ക് ഒലിവ് ഓയിലും കൂടെ മേലെ കൂടെ തൂവിയിട്ട് വേണം നമുക്കിത് യൂസ് ചെയ്യാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റിയും കൂടിയാണ്. ആ ബട്ടറിൻ്റെയും ഒലിവ് ഓയിലിൻ്റെ ഒക്കെ മിക്സ് ടേസ്റ്റ് വരുമ്പോൾ നല്ലൊരു രുചിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. പ്ലീസ് കമൻറ്റിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്. ഫ്രഷ് ആയിട്ടുള്ള ബ്രോക്കോളി, ക്യാപ്സിക്കം ഇതൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതൊക്കെ പരീക്ഷിച്ച് നോക്കുന്നത് നല്ലതാണ്. ഹെൽത്തിയുമാണ്, നമുക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ രസവുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.